കേരളത്തിലെ മഹാനഗരത്തിന്റെ അവസ്ഥയാണ് മെട്രോ നഗരം. രാവിലെ മുതല് അത്യാവശ്യം വലിയ മഴയല്ല, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു സാധാരണ മഴ പെയ്തപ്പോ കൊച്ചി നഗരത്തിന്റെ അവസ്ഥയാണ്. ഈ ഡിവൈഡർ കണ്ടോ, ഇത് ഇന്നലെ ഞാൻ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ മണ്ണിടുന്നത് ഞാൻ കണ്ടതാണ്. ആ മണ്ണൊക്കെ രാവിലെ മഴയിലത്ത് കുത്തി ഒലിച്ചു. ഇത്രയും വലിയ മഴക്കാലം വരാൻ പോവാണെന്നുണ്ടെങ്കിലും ഒരു കാല പോലും വൃത്തിയാക്കാതെ, ഒരു ഓട പോലും വൃത്തിയാക്കാതെ ഇട്ടതിന്റെ പരിണിത ഫലമാണ് കൊച്ചി നിവാസികൾ ഇതിലൂടെ കടന്നു പോകുന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മെയിൻ റോഡാണ്, ലുലുവിന്റെ മുന്നിലൂടെയുള്ള മെയിൻ റോഡാണ്. ഈ റോഡിന്റെ അവസ്ഥ അതായത് രാവിലെ വണ്ടിയൊക്കെ വന്ന് വെള്ളത്തിലൂടെ ഓടി ബ്രേക്ക് ഡൗണായി കിടക്കുന്ന കാഴ്ചയാണ്. ഏകദേശം 1 മണിക്കൂറായി കലൂരിന്ന് ഈ ലുലു മാൾ വരെ എത്താൻ വേണ്ടി എടുത്ത സമയം. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ട്രാഫിക് ബ്ലോക്ക്, വെള്ളക്കെട്ട്, വാഹനങ്ങള് വഴിയിൽ ബ്രേക്ക് ഡൗൺ ആവും. ഒരു ടൗൺ പ്ലാനിങ് ഇല്ലാത്തതിന്റെ, ടൗൺ പ്ലാനിങ്ങിലെ പോരായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊച്ചിയിൽ ഈ ചെറിയ മഴയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ പെയ്തു, എന്നാൽ പോലും മഴയത്ത് കാണുന്ന ഈ വെള്ളക്കെട്ട്. എത്രയോ വാഹനങ്ങളാണ് വഴിയിൽ അപകടത്തിൽപ്പെടുന്നത്. സത്യത്തിൽ പ്രതികരിക്കാനൊന്നും ആരുമില്ല. ഈ വെള്ളം എന്ന് പറയുന്നത് ഈ സൈഡിലെ ഹോട്ടലുകളുടെ വേസ്റ്റും അത് ഇതൊക്കെ ഒഴുക്കിച്ചാലിലൂടെ വരുന്ന വെള്ളമാണ്. ഇവിടെ ഈ നമ്മുടെ പോലീസുകാരും ഹോംഗാർഡുമാരും ഒക്കെ രാവിലെ മുതൽ ഏറെ പണിപ്പെട്ടിട്ടാണ് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്. കാരണം വെള്ളത്തിന് വേണ്ടി വരുന്ന വണ്ടികൾ വെള്ളം കയറിയിട്ട് വഴിയിൽ ബ്രേക്ക് ഡൗൺ ആവുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. കയ്യിൽ വെച്ച് വാഹനം ഓടിച്ചു എന്നൊരു പരാതി വേണ്ട. അതിഭീകരമായ ഒരു അവസ്ഥയിലുണ്ട്. രാവിലെ നോക്കും, ഒരു പെൺകുട്ടിയാണ് കാറിൽ വന്നിരിക്കുന്നത്, ബ്രേക്ക് ഡൗണായി കിടക്കുന്ന കാറിൽ. മഴയായതുകൊണ്ട് ഒരാൾക്കിറങ്ങി പോയി സഹായിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഈ ആംബുലൻസ് വരുന്നുണ്ട് ഈ ബ്ലോക്കിലൂടെ, ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം. ഈ തിരുവനന്തപുരവും കൊച്ചിയും പോലെയുള്ള വലിയ നഗരങ്ങളിലെല്ലാം ഇതാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെരുമഴ പെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സൈഡിൽ വലിയ വെള്ളമില്ല, പക്ഷേ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ വെള്ളക്കെട്ടാണ്. അതായത് റോഡിന്റെ പല ലെവലിലാണ് ഈ റോഡ് ഇരിക്കുന്നത്. അതായത് ഈ സൈഡിലൊക്കെ രാത്രി കാലങ്ങളിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പോയ വാഹനങ്ങളുടെ അവസ്ഥയാണ്. കാണാൻ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, എടുത്തു വെച്ച് കാണിക്കാൻ ഉള്ള സാഹചര്യമില്ല. ആ വാഹനങ്ങളുടെ സൈലൻസിന്റെ ലെവലിന്റെ മുകളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞു. രാത്രി പെയ്ത മഴയൊന്നുമല്ല, രാവിലെ തുടങ്ങിയ മഴയാണ്, കുറച്ച് നേരമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിലും വലിയ മഴ പെയ്താൽ ഈ കൊച്ചി നഗരത്തിലേക്ക് അവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരമായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ട്രാഫിക് ബ്ലോക്ക്, ഏകദേശം 1 മണിക്കൂറോളം ഈ ബ്ലോക്കിൽ കിടന്നിട്ടാണ്. അതായത് കലൂര് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ലുലു മാൾ വരെ എത്താൻ വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് 1.25 മണിക്കൂറാണ്. ഞാൻ റോഡിന്റെ സൈഡിലേക്ക് നോക്കി വെള്ളക്കെട്ട കടകളിലേക്കൊക്കെ വെള്ളം ഒഴുകി കയറുകയാണ്. ഇത് പ്രധാന റോഡാണെന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഇത് ആലോചിക്കും, തൃശ്ശൂരിലേക്കൊക്കെ പോകുന്ന പ്രധാന റോഡിലാണ് ഈ സംഭവം. ഇപ്പം അതിൽ ഏറ്റവും വലിയ ഇവിടെയൊക്കെ നോക്കും, ഇവിടെയൊക്കെ വലിയ വെള്ളക്കെട്ടുകളില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഏരിയകളിൽ, ബസ് സ്റ്റോപ്പ് വരുന്ന ഭാഗങ്ങൾ, ആളുകൾ കൂടുതലായി വന്ന് നിൽക്കുന്ന ഭാഗങ്ങൾ, ഇവിടെയൊക്കെയാണ് ഈ വെള്ളക്കെട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഭയങ്കര നമുക്ക് അതിശയം തോന്നുന്നൊരു കാര്യം. രാവിലെ സ്കൂളിൽ പോകാനുള്ള കുട്ടികൾ, ജോലിക്ക് പോകാനുള്ള ആളുകൾ ഒക്കെ ഈ അഴുക്ക് വെള്ളത്തിലൂടെ ചവിട്ടി വേണം പോകാനെന്ന് പറയുന്നത്. ഈ സൈഡിൽ ബ്ലോക്ക് കണ്ടു, ആ സൈഡിലെ ബ്ലോക്ക് തീർന്നിട്ടില്ല, അവിടുന്ന് തുടങ്ങുന്നതാണ്. അതായത് ലുലു മാൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങുന്ന ബ്ലോക്ക് ഈ രാവിലെ സമയത്ത് പത്തടിപ്പാലം മെട്രോയും കഴിഞ്ഞ് കിടക്കുകയാണ്. കിലോമീറ്ററോളം ട്രാഫിക് ബ്ലോക്കാണ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുന്ന വെള്ളക്കെട്ടാണ്. പ്രധാനപ്പെട്ട ഏരിയകൾ മുഴുവൻ വെള്ളക്കെട്ടായി മാറുന്ന ഒരവസ്ഥ. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം ഇത് പത്തടിപ്പാലം മെട്രോ സ്റ്റേഷനാണ്. പത്തടിപ്പാലം മെട്രോ സ്റ്റേഷന്റെ അടിയിലൂടെ ഈ ട്രാഫിക് ബ്ലോക്ക് മുന്നോട്ട് പോകണം. കഴിഞ്ഞ ദിവസം ബഹുമാനായ ഗതാഗത വകുപ്പ് നേതൃത്വത്തിലൊക്കെ ട്രാഫിക് ബ്ലോക്കുകൾ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ മീറ്റിങ്ങുകളും സന്ദർശനവും ഒക്കെ നടത്തിയിരുന്നു. ഇതിന്റെയൊക്കെ പ്രയോജനം ഉണ്ടാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് ബ്ലോക്ക് ആ പത്തടിപ്പാലം മെട്രോയും കഴിഞ്ഞ് വീണ്ടും നേരിടുകയാണ്. ഇനി എവിടെ വരെ ഇത് ചെല്ലുമെന്നറിയില്ല. ആ സൈഡ് ഞാൻ പോകുന്ന സൈഡിലായാലും അല്ല പറയുന്നത്,
എന്റെ റൈറ്റ് സൈഡിലുള്ള ട്രാക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഇതിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഭാഗങ്ങൾ, ഇട റോഡുകൾ ഇതെല്ലാം വെള്ളക്കെട്ടിലാണ്. നോക്കൂ, വലിയ തിരക്കില്ലാത്ത ഭാഗങ്ങളിലൊന്നും അതിൻ്റെതായ പ്രശ്നങ്ങളില്ല. പക്ഷെ മനുഷ്യനായ ആളുകൾ വണ്ടി കയറാനും വാഹനങ്ങൾ സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഈ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം വന്നിട്ട് കയറി. ഇത് ഏറ്റവും വലിയ രണ്ട് സൈഡിലും റോഡുകളും കാറുകളും ഫുട്പാത്തുകളും ഒക്കെയുള്ള മേഖലയാണ്. എന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത്. കാരണം സമയാസമയങ്ങളിൽ ഓടയും കാനയും ഒന്ന് വൃത്തിയാക്കാതെ ആ ബ്ലോക്കിൽ ഒരെത്തിയില്ല കേട്ടോ. അടുത്ത മെട്രോ സ്റ്റേഷൻ എത്താറായി. അപ്പോഴും വണ്ടികൾ ഇങ്ങനെ വരിയിൽ കാത്ത് കിടക്കുകയാണ്. ഇവരൊക്കെ ഇനി എപ്പോ ഓഫീസിലെത്തുമെന്നോ എപ്പോ സ്കൂളിലെത്തുമെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്തായാലും ഈ കൊച്ചി നഗരത്തിന്റെ ഒരവസ്ഥ, കേരളത്തിലെ ഏറ്റവും വലിയ ടൗൺ അല്ലെങ്കിൽ കേരളത്തിന്റെ മെട്രോ നഗരം എന്നൊക്കെ പറയുന്നത് കൊച്ചി. നോക്കേ, കൊച്ചി സാധാരണഗതിയിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്ന സ്ഥലമൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ടൗൺ ഏരിയയിലെങ്കിലും അതിനൊരു കൃത്യമായ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കേണ്ടില്ല. മുഖ്യമന്ത്രിയുടെ റൂം ഫോർ റിവർ പദ്ധതിയെപ്പറ്റും ഡച്ച് മാതൃകയെപ്പറ്റിയും ഒന്നും ആളുകളിപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ല. മുഖ്യമന്ത്രി പോലും മറന്നുപോയി ഡച്ച് മാതൃക. എന്തായാലും വലത്തെ സൈഡിലെ ബ്ലോക്കിനൊരു ശമനം വന്നിട്ടുണ്ട്. ഈ ബ്ലോക്കുകൾക്ക് വരുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ വെള്ളക്കെട്ട് തന്നെയാണ്. വെള്ളക്കെട്ടിലൂടെ ചെറിയ കാറുകൾ ഓടിക്കുമ്പോൾ എഞ്ചിനിലേക്ക് വെള്ളം കയറിയിട്ട് അത് എഞ്ചിൻ കംപ്ലൈന്റ് ആയി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്.